കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ടവരുടെ വീട് മുഖ്യമന്ത്രി സന്ദർശിക്കാത്തതിനെതിരെ കൊല്ലപ്പെട്ട കൃപേഷിന്റെ അച്ഛൻ കൊലപാതകത്തിൽ CPM നേതൃത്വത്തിന്റെ പങ്ക് അറിയാവുന്നതിനാലാണ് മുഖ്യമന്ത്രി സന്ദർശനം ഉപേക്ഷിച്ചത് എന്ന് കൃഷ്ണൻ മീഡിയ വണ്ണോട് പറഞ്ഞു. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ആശ്വാസവാക്കുകൾക്കായി വീട്ടിലെത്തേണ്ടതായിരുന്നുവെന്നും കൃപേഷിന്റെ അച്ഛൻ പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി സുനിൽ ഐസക് കൃഷ്ണനുമായി സംസാരിക്കും. മുഖ്യമന്ത്രി പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ സന്ദർശനം നടത്തുമെന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങൾ രാവിലെ നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആശയവിനിമയങ്ങൾ CPMൻ്റെ നേതൃത്വം DCC നേതൃത്വവുമായി നടത്തിയെന്ന് ഉള്ള രീതിയിലായിരുന്നു വാർത്തകൾ. പക്ഷേ ആ വാർത്തകൾ പൂർണ്ണമായും DCC തള്ളിക്കളയുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ മുഖ്യമന്ത്രി പെരിയ സന്ദർശിക്കില്ല എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി കാസർഗോട്ടെ പരിപാടി അവസാനിപ്പിച്ച് കാഞ്ഞങ്ങാട്ടേക്ക് പോയിരിക്കുകയാണ്. അതുവഴി കാഞ്ഞങ്ങാട്ട് 2 പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് പോകും. നിലവിലെ സാഹചര്യം അനുസരിച്ച് മുഖ്യമന്ത്രി പെരിയയിൽ സന്ദർശനം നടത്തില്ല എന്ന് തന്നെയാണ് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊപ്പം കൃപേഷിൻ്റെ പിതാവ് കൃഷ്ണേട്ടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. രാവിലെ കൃഷ്ണേട്ടൻ പറഞ്ഞത് വരികയാണെങ്കിൽ സ്വാഗതം ചെയ്യും എന്ന് തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ കൃഷ്ണേട്ടൻ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി വരാൻ സാധ്യതയില്ല എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. എന്ത് പറയും? എന്ത് പറഞ്ഞു വെച്ചാൽ ഈ കൊലപാതകത്തിന് ഈ പ്രാദേശിക തലത്തിൽ ശരിക്കും പങ്കുണ്ടെന്നുള്ള നിലപാട് മുഖ്യമന്ത്രി കിട്ടിയിട്ടുണ്ടാവും. അല്ല, ജില്ലാ തലത്തിൽ പങ്കുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ കണ്ണുനീര് കാണാൻ വരാൻ പറ്റിയില്ലായിരിക്കും. അതായിരിക്കും കണ്ണുനീര് കാണാൻ വരേണ്ടതായിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാ CPM പ്രവർത്തകരും എല്ലാം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് മുഖ്യമന്ത്രിക്ക് വരാൻ വിഷമം തോന്നിയത്. മാത്രമല്ല എനിക്ക് വളരെ ദുഃഖമുണ്ട്. ഞങ്ങൾ കണ്ണുനീര് കാണാൻ മുഖ്യമന്ത്രി വരേണ്ടതായിരുന്നു. കേരള മുഖ്യമന്ത്രിയാണ്. പക്ഷെ എന്ത് പ്രതിഷേധമുണ്ടെങ്കിലും പോലീസുകാരല്ലേ, പോലീസുകാരെ നിയന്ത്രിച്ച് കൊണ്ടുവരുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതിനെക്കാട്ടും വലിയ പ്രതിഷേധമില്ലായിടത്തേക്ക് മുഖ്യമന്ത്രി പോയെന്നില്ലേ വാക്കുകൾ മുമ്പ് പറയല്ലോ. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പലതിൽ ഞാൻ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതുമാതിരി വരുന്ന പ്രശ്നമൊന്നുമില്ല. കല്ലോട്ട് അത്ര വലിയ മേഖല പ്രതിഷേധം ഉയർത്തുന്ന മേഖലയൊന്നുമല്ല. പക്ഷേ ഞങ്ങളെ സന്ദർശിച്ച് ഞങ്ങളെ ദുഃഖത്തിൽ ഒന്ന് കണ്ട് ഞങ്ങളെ കണ്ണുനീർ കാണാൻ വേണ്ടി മുഖ്യമന്ത്രി വരേണ്ടതായിരുന്നു. അതിൽ വളരെ ദുഃഖപരമായി വേറുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഇതിൽ പാർട്ടി പ്രാദേശിക നേതൃത്വത്തിൽ പങ്കുണ്ടെന്നില്ലേ പൂർണ്ണ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്ര തന്നെ പറയുള്ളൂ. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത് വെച്ചാൽ ആ ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഉന്നത പോലീസുകാർ അന്വേഷണവും ഒരേപോലെയാണ്. എന്നുവെച്ചാൽ ഉന്നത പോലീസ് അന്വേഷണം അതേ രീതിയിലാണ് ക്രൈംബ്രാഞ്ചിൻ്റെയും അന്വേഷണം പോകും. ഇപ്പോൾ ഞാൻ താല്പര്യപ്പെട്ട 4 പ്രതികളും എൻ്റെ മോനെ കൊല്ലാൻ കൂടിയാലോചന നടത്തിയ അവർ തന്നെയാണ്. പിന്നെ ആ പുറത്തേത്തെ അവരൊന്നുമല്ല. ഇവർ ഇവിടുത്തെ കൂടിയാലോചന നടത്തി പൈസ ചിലവാക്കിയതും ഈ വലസനും അച്യുതനെല്ലാം അതിൻ്റെ വത്സൻ്റെ വേക്കിലാണ് അച്യുതൻ, ഓമനക്കുട്ടൻ, രവി ഇവരെ കൂടിയാലോചന ചെയ്തിട്ട് എൻ്റെ മകനെ വക വരുത്താൻ ഇത് കൂടാനാണ് നടത്തിയത്. അത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവരെ ചോദ്യം ചെയ്യുകയോ ഇതുവരെ കസ്റ്റഡി എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അവരെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഇതിൻ്റെ വേക്കിൽ പ്രവർത്തിച്ച് എല്ലാവരും പുറത്ത് കൊണ്ടുവരണം എന്നല്ലേ എൻ്റെ മോനെ വേണ്ടി എൻ്റെ ആ തലച്ചോറ് ചെറിയ അതിന് വേണ്ടി ഞാൻ CPI അന്വേഷണത്തിൽ പോകാൻ തയ്യാറാണ്. അതിന് സഹായിച്ചാലും അതിന് വേണ്ടി തയ്യാറായി പോവും. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ പോലീസ് മൊഴിയെടുത്തോ? ഇല്ല. എൻ്റെ ഈ മരിച്ച മാതാക്കളുടെ അടുത്ത് വന്ന് ഒരു പോലീസുകാരും മൊഴിയെടുത്തില്ല. ആരെങ്കിലും സംശയമുണ്ടോ, ഇല്ല ഇന്ന് നിങ്ങൾക്ക് മുമ്പോട്ട് കാര്യം മകന് വൈരാഗ്യമുണ്ടോ, ഒന്നും ചോദിച്ചില്ല. ഇത് പിന്നെ ഒരു 5-6 ആൾ അറസ്റ്റ് ചെയ്തിട്ട് 90% ആൾക്കാരെ അറസ്റ്റ് ചെയ്തു എന്നല്ല പറയുന്നതിന് എന്താ അർത്ഥമുണ്ട്? ഒരർത്ഥമില്ല. 10-12 പേരുണ്ടെങ്കിൽ 4-5 വണ്ടി ആൾക്കാർ ശാസ്ത്രകാരൻ്റെ മുമ്പിൽ കൂട്ടിയിട്ട് അങ്ങ് ചേച്ചിനക്കത്തുനിന്ന് വന്നു എന്നാണ് പറഞ്ഞ് കൊത്തുമ്പോൾ 5 വണ്ടിയിൽ ഒരു വണ്ടി ഇതുവരെ കസ്റ്റഡി എടുത്തിട്ടില്ല. പിന്നെ 2 ബൈക്ക് അതെല്ലാം കണ്ടവരുണ്ട്, വണ്ടി കണ്ടവരുണ്ട്, വരുന്നത് കണ്ടവരുണ്ട്. 6-7 മണി സമയത്ത് അങ്ങനെ തുടിച്ച് വരുന്നത് കണ്ടവരുണ്ട്. അതിലൊക്കെ ആൾക്കാർ വന്നാലേ കൊല്ലാൻ വേണ്ടിയിട്ട് അവരൊക്കെ 4 പേർ വളഞ്ഞു നിന്നിട്ട് ഈ 2 പിള്ളേരെ ഈ 3 പേരാ എൻ്റെ കൃവേശിനെയും ഈ സർദലാനെയും ഈ 3 പേർക്കൊന്നും തൊടാൻ പറ്റില്ല. അവർ നിന്ന് തല്ലുവരാ, ഇത് തൊടാൻ പറ്റില്ല ആ 2 പിള്ളേരാ. അപ്പോൾ ഇവർ ഫുള്ള് വളഞ്ഞിട്ടിട്ട് ആക്രമിച്ചതാണ്. എൻ്റെ മകൻ്റെ തലക്ക് വെട്ടിയത് മൗ കൊണ്ടാണ്. തലച്ചോറ് ചെതറിയുന്ന ഒരു ഈ തുരുമ്പൊടിച്ച ബാളുകൊണ്ട് വെട്ടാൻ പറ്റും. ചെറിയ കോഴിക്കുഞ്ഞൊന്നല്ലല്ലോ, കുറച്ച് ഇല്ലുമൂത്തിലോ 19 വയസ്സായില്ലേ, മറ്റവൻ 21 വയസ്സായി. എന്നിട്ട് പോലും ഇവർ കള്ളപ്പജന ഇറക്കുകയാണ്. എല്ലാ പ്രതികളെയും പിടിച്ചു.
എല്ലാ പ്രതികളും അറസ്റ്റ് ചെയ്തു. 80% പ്രതികളെയും അറസ്റ്റ് ചെയ്തു. 80 പോയിട്ട് 50% ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവർ. ഇതെല്ലാം വെറുത്തട്ടെ. ഇതാന്ന് പറയുന്നത് ഇപ്പോൾ പ്രാദേശിക തലത്തിൽ ഇത് കൈയുണ്ടെന്നില്ല ഇപ്പോൾ ശരിക്കും തന്നെ. കെ വി കുഞ്ഞിരാമൻ വന്നത് ഈ മരിച്ച പ്രതികളുടെ വീട്ടിലേക്കല്ല, കൊല ചെയ്ത് അവൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ട് കുഞ്ഞിരാമൻ പോയി. കുഞ്ഞിരാമന് ഈ 3 വോട്ടും എൻ്റെ ഈ കൈ കൊണ്ട് കുത്തി കൊടുത്തവനാണ് ഞാൻ. എന്നിട്ട് എൻ്റെ മകൻ മരിച്ചിടത്തെല്ലാം അവൻ വരേണ്ടത്. ഈ ഒരു അനുഭവമാണ്. അവനെന്നാ എൻ്റെ മുഖം കണ്ട ടി വിയിൽ കാണുമ്പോൾ അറിയും ഇത് ആരെയെന്ന്. അവൻ ചേറ്റുകൊണ്ടിൽ വെച്ചിട്ട് ആദ്യത്തെ MLA സ്ഥാനത്ത് നിൽക്കുമ്പോൾ പട്ടോട്ട് കല്ലെറിഞ്ഞിരുന്നു. എന്നാൽ എൻ്റെ ഏറ് കൊണ്ട് ഞാനാണ് ചേറ്റം കൊണ്ടുവന്ന്. തീർച്ചയായും മുഖ്യമന്ത്രി വരില്ല എന്നറിഞ്ഞതിൻ്റെ ഒരു വലിയ രോഷവും സങ്കടവും ഒക്കെയാണ് കൃപേഷിൻ്റെ പിതാവ് പങ്കുവയ്ക്കുന്നത്. മുഖ്യമന്ത്രി വരുമെന്നുള്ള രാവിലെ ചില വാർത്തകൾ വരുമ്പോൾ നേരിയൊരു പ്രതീക്ഷ ഒരുപക്ഷെ ഇവിടുത്തെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ വരാൻ സാധ്യതയില്ലെന്ന് തന്നെയായിരുന്നു കൃപേഷിൻ്റെ പിതാവ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ എങ്കിലും വലിയ തോതിൽ വാർത്തകൾ പ്രചരിക്കുമ്പോൾ മുഖ്യമന്ത്രി എത്തിയേക്കും, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, അതുകൊണ്ട് ഒരുപക്ഷെ വന്നേക്കും എന്ന ഒരു ചെറിയ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി യാത്ര റദ്ദ് ചെയ്ത് ഇവിടത്തേക്ക് വരുന്നില്ല എന്ന് ഉറപ്പിക്കുമ്പോൾ ഈ CPM-ൻ്റെ ജില്ലാ നേതൃത്വത്തിനും പ്രാദേശിക നേതൃത്വത്തിനും കൊലപാതകത്തിൻ്റെ അവരുടെ അറിവോടുകൂടിയാണ് കൊലപാതകം നടത്തിയെന്ന വിവരം മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ആ കുറ്റബോധം കൊണ്ടാണ് മുഖ്യമന്ത്രി ഇവിടത്തേക്ക് വരാത്തത്, തങ്ങളുടെ കണ്ണീര് കാണാൻ വരാത്തതെന്നാണ് ഇപ്പോൾ കൃപേഷിൻ്റെ പിതാവ് പറയുന്നത്.